ഒരാഴ്ച മുൻപായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സ്റ്റഡീസ് വിഭാഗത്തിൽ അമേരിക്കയിലെ ഇസ്ലാം പണ്ഡിതിയും സാമൂഹ്യ പ്രവർത്തകയുമായ പ്രൊഫസർ ആമിന വദൂദിന്റെ പ്രഭാഷണം നിശ്ചയിച്ചിരുന്നത്. ലിംഗസമത്വം, ഇസ്ലാമിലെ പരിഷ്കരണങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. എന്നാൽ പരിപാടിയുടെ തലേദിവസം ചെന്നൈ പോലീസിൽ നിന്ന് ലഭിച്ച ഒരു സന്ദേശത്തിന്റെ പേര് പറഞ്ഞ് പരിപാടി റദ്ദാക്കാൻ മദ്രാസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആവശ്യപ്പെടുകയായിരുന്നു. പരിപാടി റദ്ദാക്കിയതോടെ അതിനെതിരെ നിരവധി സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത് വന്നു. 80ഓളം കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഒപ്പിട്ട പ്രതിഷേധക്കുറിപ്പ് മാധ്യമങ്ങൾക്കും ലഭിച്ചു. സോഷ്യൽ മീഡിയകളിലും പ്രശ്നം വലുതായി ചർച്ച ചെയ്യപ്പെട്ടു. അത് വായിക്കാനിടയായ ആമിന വദൂദിൻ്റെ ഫേസ്ബുക്ക് പേജും ട്വിറ്ററൊക്കെ വളരെ സജീവമായി ഫോളോ ചെയ്യുന്ന ആളുകൾ അതിനെ ഒരു വലിയ ഒരു അക്കാദമിക പ്രശ്നമായി തന്നെ അത് ഏറ്റെടുത്തു. அவர் தன்னை விரும்பி அந்த மதத்துக்கு வந்த ஒரு நபர் அந்த ஆமினா வதூத் என்கிற ஒரு பெண். அப்போது வந்து அவர் இஸ்லாமிற்கு குரானுக்குள் இருக்கக்கூடிய விஷயங்களை, பெண்களுடைய விஷயங்களை வந்து முன் வச்சு அவங்க ஒரு முற்போக்கான சிந்தனைகளை உருவாக்கணும்னு நினைக்கிறத இவங்க எதனால் தடுக்கிறாங்க அப்படின்னா, நிச்சயமாக பெண்களுடைய முன்னேற்றத்தை ஏதேனும் ஒரு வகையில் வந்து தடுக்கணும். பிற்போக்கான கருத்துக்களை கொண்ட சில அமைப்புகள் தான் இதற்கு പിന്നണിയിൽ ഇருந்து செயல்பட்டிருக்காங்க. തീർത്തും അക്കാദമിക് വിഷയമായ ഒരു പരിപാടി ക്രമസമാധാന പ്രശ്നമാവും എന്ന് പോലീസ് ഭയന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും സംസ്ഥാന ഭരണകൂടം ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്നും സൽമ പറഞ്ഞു. ஏன்னா பல நாடுகளில் இருக்கக்கூடிய அமைப்புகளோடு அவங்க பேசியிருக்காங்க, யூனிவர்சிட்டியில் பேசியிருக்காங்க. அங்கேயெல்லாம் பேச முடியும் அப்படின்றப்போ இங்கே மட்டும் ஏன் பேச முடியாது? ஏன்னா அதாவது இந்தியாவை வந்து நம்ம ஜனநாயக நாடு அப்படின்னு சொல்லிகிட்ருக்கோம். பட் இங்கே அவங்களால பேச முடியலை அப்படிங்கிறது வந்து பேச அனுமதிக்காதது முதல்ல வந்து காவல்துறையினுடைய தவறு. യൂണിവേഴ്സിറ്റിയിൽ அந்த പ്രോഗ്രാമെ ക്യാൻസൽ ചെയ്തത് வந்து വിസി ചെയ്ത മാപരം ഒരു തവറെന്ന് ഞാൻ നിனைக்கிறேன். കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടക്കം ഒട്ടേറെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള പ്രൊഫസർ ആമിന വദൂദിന്റെ പരിപാടിയെക്കുറിച്ച് ഒരിടത്തും ആക്ഷേപം വന്നിട്ടില്ലെന്നും ഇസ്ലാമിക് സ്റ്റഡീസ് വകുപ്പ് മേധാവി PK അബ്ദുറഹ്മാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് തമിഴ്നാട്ടിൽ മുസ്ലിം ഗ്രൂപ്പുകൾക്കിടയിൽ വന്നിട്ടുള്ള അവരുടെ ഒരു രൂപാന്തരമുണ്ട്. ഒരു കാലത്ത് അങ്ങേയറ്റം സൗഹൃദപരമായും നമ്മുടെ ഇതര വിഭാഗങ്ങളൊക്കെ ആയിട്ട് വളരെ സൗഹൃദത്തോടും കൂടി കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങേയറ്റം ഈ അക്ഷരാർത്ഥത്തിലുള്ള ഒരു ഇസ്ലാമിനെ മുന്നോട്ട് വയ്ക്കുക, ഇസ്ലാമിൻ്റെ ആ ഒരു ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശങ്ങളും അതിൻ്റെ അകക്കാമ്പും നഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു വളരെ ലിറ്ററലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക ബോധത്തിലേക്ക് ആളുകൾ നിൽക്കുക. അതിവിടുത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ആകൃഷ്ടിയായി മതം മാറിയ വ്യക്തിയാണ് പ്രൊഫസർ ആമിന വദൂദ്. 2005 ന്യൂയോർക്കിൽ ആദ്യമായി സ്ത്രീ പുരുഷന്മാരുടെ സംയുക്ത നമസ്കാരത്തിന് നേതൃത്വം നൽകിയാണ് അവർ ലോക ശ്രദ്ധയിലേക്ക് വരുന്നത്. അവരുടെ പ്രഭാഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് ഇപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് തന്നെ നാണക്കേടായിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.